നിങ്ങൾ എപ്പോഴും ലൈഫിൽ സ്റ്റക്കായ പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എപ്പോഴും മാറണമെന്ന് പറഞ്ഞ് പുതിയ കാര്യങ്ങൾ തുടങ്ങും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ പഴയ പോലെ തന്നെ ആവും. ഇതിന് കാരണം എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഞാനിന്നിവിടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു 30 ഡേ ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 30ാമത്തെ ദിവസം യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഈ പ്ലാൻ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തി 30 ദിവസത്തിന് ശേഷവും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ആദ്യത്തെ 30 ദിവസം ഇറ്റ് ഷുഡ് ബി സ്ട്രിക്റ്റ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോണ ബി ഈസി. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്. ക്ലീനിങ് യുവർ ഫോൺ ആൻഡ് കിച്ചൺ. നിങ്ങളുടെ ഫോണാണ് നിങ്ങളുടെ ഫസ്റ്റ് എനിമി. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മാസീവ് എമൗണ്ട് ഓഫ് ടൈമാണ് അതെടുക്കുന്നത്. അതുപോലെ നിങ്ങൾ നെഗറ്റിവിറ്റി കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. അൺസബ്സ്ക്രൈബ് എവറി യൂസ്ലെസ് ചാനൽസ് വിച്ച് ഇസ് വേസ്റ്റിംഗ് യുവർ ടൈം. അടുത്തത് കിച്ചൺ. എല്ലാ ജങ്ക് ഫുഡ്സ് എടുത്ത് കളയുക. ബേക്കറി, സ്നാക്സ്, ഷുഗറി ഫുഡ്സ് ഇതൊക്കെ എടുത്ത് കളയുക. ഈ 30 ദിവസം നമ്മളിതൊന്നും തൊടാൻ പോകുന്നില്ല. സോ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞു. ഇതാ പിന്നെ നമുക്ക് ആദ്യത്തെ കാര്യത്തിലോട്ട് കിടക്കാം. വർക്കൗട്ട്. നിങ്ങൾക്കൊരു ആക്റ്റീവ് ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ വർക്കൗട്ട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. സോ വർക്കൗട്ട് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പില്ലർ. വർക്കൗട്ടിനായി ജിമ്മിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ മേക്ക് യുവർ ബോഡി ദ ജിം. സ്റ്റാർട്ട് കാലിസ്തനിക്സ്. നിങ്ങളുടെ ബോഡി വെയിറ്റ് കൊണ്ട് ട്രെയിൻ ചെയ്യും. സോ ഫസ്റ്റ് നിങ്ങളൊരു വർക്കൗട്ട് സ്പ്ലിറ്റ് ചൂസ് ചെയ്യണം. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന വർക്കൗട്ട് സ്പ്ലിറ്റ്. ഇത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് യോജിക്കുന്നൊരു സ്പ്ലിറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്പ്ലിറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് എന്ത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത്? ഫോർ പുഷ് ഡേ ബേസിക്സ് ആയ പുഷപ്സ്, ബെഞ്ച് ഡിപ്സ്, പൈപ്പ് പുഷപ്സ്. ഇനി അത് കഴിയുന്നില്ലെങ്കിൽ ഷോൾഡർ ടാപ്സ്, ഇങ്ങനത്തെ ഈസി വേരിയേഷൻസ് ചെയ്യാം. പുൾ ഡേയ്സിന് പുൾ അപ്സ്, സ്കാപ്പുല പുഷപ്സ്, ചിന്നപ്സ്, ഇൻവേർട്ടഡ് റോസ് എന്നീ എക്സസൈസുകൾ ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് ഹാർഡ് ആണെങ്കിൽ ഇതിന്റെ ഈസി വേരിയേഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആൻഡ് ഫോർ ലെഗ്, നോർമൽ സ്ക്വാട്ട്സ്, ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്, വാൾ സിറ്റ്, നോർഡിക് കേൾസ് എന്നീ എക്സസൈസുകൾ ചെയ്യാം. പിന്നെ റെസ്റ്റ് ഡേയ്സിൽ വെറുതെ ഇരിക്കരുത്. നിങ്ങളൊരു ആക്റ്റീവ് റെസ്റ്റ് ഡേ ആണ് ഫോളോ ചെയ്യേണ്ടത്. യു നീഡ് ടു സ്ട്രെച്ച് ആൻഡ് വാക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 10 to 20 minutes. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിക്കണം. സോ നമുക്ക് നെക്സ്റ്റ് നോട്ട് പോകാം. ഡയറ്റ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം റിസൾട്ട് കാണണമെന്നില്ല, കഴിക്കുന്നത് പ്രോപ്പർ ആവണം. സോ ഫസ്റ്റ് ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അത് നമ്മൾ ആദ്യം ക്ലീനിങ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു. സോ നിങ്ങളുടെ ഗോൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറിയിൽ നിന്ന് 300 to 500 കാലറി കുറക്കുക. വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറിയിൽ നിന്ന് 300 to 500 കാലറി കൂടുതൽ കഴിക്കുക. നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി ഈ സൈറ്റിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ആൻഡ് പ്രോട്ടീൻ ഫുഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 1.5 grams ഓഫ് പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്തിരിക്കണം. പ്രോട്ടീന് വേണ്ടി എഗ്സ്, ചിക്കൻ, സോയ ചങ്ക്സ് ഇതൊക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ആൻഡ് ആഡ് മോർ വെജിറ്റബിൾസ് ടു യുവർ ഡയറ്റ്. മിനിമം ഒരു 3 ലിറ്റർ വാട്ടർ ഡെയിലി കുടിക്കുക. നെക്സ്റ്റ് തിങ്, സ്ലീപ്പ്. 7 മുതൽ 8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. നിങ്ങളുടെ ബോഡി റിക്കവർ ആവുന്ന സമയമാണത്. വിതൗട്ട് ഗുഡ് സ്ലീപ്പ് നിങ്ങൾക്ക് അടുത്ത ദിവസം വളരെ മോശമായിരിക്കും. സോ 10 മണിക്ക് മുന്നേ നിങ്ങൾ കിടക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നോ ഫോൺ. ഓൾസോ സെയിം ടൈം ഫോർ സ്ലീപ്പിംഗ് ആൻഡ് സെയിം ടൈം ഫോർ വേക്കിംഗ്. നെക്സ്റ്റ് തിങ്, വേക്കിംഗ് അപ്പ് ഏർലി. രാവിലെ 5 മണി 6 മണിക്കുള്ളിൽ എണീക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ അധികം സമയം തരികയും ഒരു ഹെഡ് സ്റ്റാർട്ട് തരികയും ചെയ്യും. എണീറ്റുടനെയുള്ള 1 മണിക്കൂർ നോ ഫോൺ. ദാറ്റ് 1 hour is for you. Just do some warm up, meditate, journal or read as you like. or നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കും ചെയ്യാം. ഇഫ് യു വിൻ യുവർ മോർണിംഗ് യു വിൻ ദ ഡേ. നെക്സ്റ്റ് കംസ് ഡീപ്പ് വർക്ക് സെഷൻസ്. സോ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ചൂസ് ചെയ്യുക. സ്റ്റഡിയിങ് ആവാം, സ്കിൽ ഡെവലപ്പിംഗ് ആകാം, മറ്റെന്തുമാകാം. എനി വർക്ക് യു ഹാവ്. അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാവണം. സോ ആ കാര്യം ചൂസ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും 2 ഡീപ്പ് വർക്ക് സെഷൻ അതിനു വേണ്ടി മാറ്റി വെക്കുക. ഡീപ്പ് വർക്ക് സെഷൻ എന്ന് പറയുമ്പോൾ യു ക്യാൻ ഗോ ഫോർ എ 90-minute സെഷൻ. ഈ 90 minutes നിങ്ങൾ സൂപ്പർ ഫോക്കസ്ഡ് ആയിരിക്കണം. ഈ സമയം വേറെ ജോലികൾക്കോ സംസാരത്തിനോ ഒന്നും പോകരുത്. യു നീഡ് ടു ബി ഫോക്കസ്ഡ് ഓൺ ദ വർക്ക്. ഇങ്ങനത്തെ 2 ഡീപ്പ് വർക്ക് സെഷൻസ് നിങ്ങൾ എടുക്കണം. 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ പിക്ക് യുവർ വർക്ക് ആൻഡ് സ്റ്റാർട്ട് ദ വർക്ക്. നൗ ദ ലാസ്റ്റ് വൺ, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഫേസിങ് യുവർ ഫിയർ. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ക്രൂഷ്യലായ ഒന്നാണിത്. ആൾസോ ദ ഹാർഡ് വൺ. നമുക്ക് എല്ലാവർക്കും പല പേടികളുണ്ടാകും. നമ്മളതിനെ പേടിച്ച് പിന്നിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചാൽ നമുക്ക് മുന്നേറാൻ കഴിയില്ല. അതുകൊണ്ട് ആ പേടിയെ നമ്മൾ തരണം ചെയ്യണം. ഇത് ഒറ്റയടിക്ക് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതിയെ വേണം നമ്മളതിനെ കോൺകർ ചെയ്യാൻ.
നിങ്ങൾക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ ദിവസം ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കുക. ഒരു ചെറിയ കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് സ്മൈൽ. ഇറ്റ് വിൽ ബി അൺകംഫർട്ടബിൾ. പക്ഷെ അവിടെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നത്. നിങ്ങൾ തുടങ്ങാൻ വിചാരിച്ചൊരു കാര്യം ഉണ്ടാകും. പേടി കൊണ്ട് പിന്നിലോട്ട് വെച്ചതായിരിക്കാം അത്. സ്റ്റാർട്ട് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നിങ്ങൾ പിന്നിലേക്ക് വലിക്കുന്ന പേടികളെ നിങ്ങൾ ഫേസ് ചെയ്യും. അപ്പോഴാണ് യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. സോ വാട്ട് ആർ യുവർ ഫിയേഴ്സ് ആൻഡ് ഹൗ ആർ യു ഗോണ ഫേസ് ഇറ്റ്? സോ ഇതാണ് നിങ്ങൾ ഈ 30 days ഫോളോ ചെയ്യേണ്ടത്. ഈ പ്ലാൻ വളരെ ഹാർഡായിട്ടുള്ളതൊന്നാവാം. ആദ്യത്തെ 6-7 ദിവസം മോട്ടിവേഷൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ക്വിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഡോണ്ട് ഫാൾ ഫോർ ദാറ്റ്. അങ്ങനത്തെ സമയങ്ങളിൽ നിങ്ങൾ തോറ്റാറുണ്ടാവുന്ന കാര്യങ്ങളും ജയിച്ചാലുണ്ടാവുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുക. തിങ്ക് അബൌട്ട് ദ 30th day. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ കരുതുന്നു. സോ മറ്റൊരു വീഡിയോ ആയി ലെറ്റ്സ് സീ അഗൈൻ.